രണ്ടുപേരും അകത്തേക്ക് വാ. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഡ്യൂട്ടിക്കിടയിൽ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ കടന്നു കളയുക, അത് പണിഷ്മെന്റ് അർഹിക്കുന്ന കുറ്റമാണെന്ന് അറിയാമല്ലോ. അതെ, ഭാസ്കരൻ പോരാൻ പറഞ്ഞു, ഞാൻ പോന്നു. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനൊന്നും അല്ല. ഭാസ്കരനാണോ നമ്മുടെ മേലുദ്യോഗസ്ഥൻ? അതെ, അല്ല. ഡ്യൂട്ടിക്കിടയിൽ എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല. കള്ളനെ പിടിക്കൽ ഡ്യൂട്ടിയിൽ പെടില്ലേ? ഏത് കള്ളൻ? നീ തന്നെ കള്ളൻ. വെറും സാധാ പോലീസായ നീ SI ആണെന്ന് ചിലരോടൊക്കെ പറഞ്ഞില്ലേ? അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കടന്നു കളഞ്ഞത്. SI സാറേ, ഇതുപോലുള്ള പീറ പണികൾക്ക് തലങ്ങും വിലങ്ങും ഓടിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യും. നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും. അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഭാസ്കരൻ എന്നുള്ള പേര് മാറ്റി എന്നെ ഭാഗ്യനാഥ എന്ന് വിളിച്ചോ. നീ എന്നെ വിരട്ടുകയാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ്. SI സാറേ, അഞ്ചു താങ്കളുടെ അമ്മാവന്റെ മകളായിരിക്കാം, പക്ഷെ അവൾക്കിപ്പോ വോട്ടവകാശത്തിനുള്ള പ്രായമായി. നമ്മളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവള് തീരുമാനിക്കട്ടെ. ആ വോട്ട് അവൾ എനിക്ക് എന്നേ തന്നു കഴിഞ്ഞു. പക്ഷെ ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത് നീ കള്ള വോട്ടിന് ശ്രമിക്കുകയാണ്. അന്ന് കോളേജ് ഇലക്ഷൻ എന്നെ തോൽപ്പിച്ചതുപോലെ. ഇനി ഞാൻ അതിനെ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം. തൽക്കാലം ഇന്ന് ഞങ്ങൾക്ക് വല്ല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പറ. ഡ്യൂട്ടി ഉണ്ട്. അട്ടിപ്പറ്റ വരെ പോണം. എന്തേ? അല്ല, വാഹനങ്ങളൊന്നും പോകാത്ത സ്ഥലമാണല്ലോ സാറേ അറ്റിപ്പട്ട. അതുകൊണ്ടെന്താ, 20 കിലോമീറ്റർ നടന്നാ പോരെ. പോലീസുകാരെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന ജെയിംസ് എന്ന ഗുണ്ടയുടെ പേരിൽ ഒരു തല്ല് കേസുണ്ട്. കയ്യോടെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് ഒരാൾ മാത്രം പോയാൽ പോരെ സാർ? ശരിയാ, നീ മാത്രം പോയാ മതി. Proceed. Proceed, I say. എന്തൊക്കെയുണ്ടോ പേപ്പറിൽ വിശേഷം? വീട്ടമ്മ കള്ളനെ പിടികൂടി. ഈ വീട്ടമ്മമാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വിലകളാണ് ഏർപ്പാട്. ഈ പിടികൂടാൻ നിന്ന് കൊടുക്കുന്ന അവനെയൊക്കെ വേണം തല്ലാൻ. കക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ കമ്മാരന്റെ ഈ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് 4 മോഷണം പഠിക്കട്ടെ. കള്ളന്മാരായി ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 ആയില്ലേ? അതെ. ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? കിണ്ണം അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എടുക്കാം. ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്തൊരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റം തിന്നിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി. എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര. തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ? അമ്മയാണ് സത്യം. എന്നിട്ട് ആ അലമാര കാലിയായിരുന്നു. നോക്കുമ്പോണ്ട് വേറൊരു ഗോദറേജ് അലമാര. അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു. അത് തുറന്നപ്പോഴേ കാലി. എടാ, പഴയ കാലമല്ലിത്. നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. ആണോ? എന്നാ ഒരു 2-3 അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീണ് ചത്തുന്ന് പേപ്പറിൽ വരാൻ. അതും ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നേ അടങ്ങുമല്ലോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ? എന്നാ വയ്യേ. ഈ ഒളിച്ചോട്ട കേസും വാണിഭ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പതിവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരന് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ കൃത്യസമയത്ത്. കമാരു, അനിയ പോയി ഒപ്പിട്ട് വാ. കേട്ടായി. എടാ, അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ടിട്ട് പോണത് കേട്ടോ. നിനക്കെന്നോട് ആയിക്കൂടാ. സർക്കാരിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളൊക്കെ മനസ്സിലായോ? ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ, SI ഹിയർ. എന്താടാ കൊച്ചാപ്പി? എടാ, ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ശരി, ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. പിന്നെ അയാളുടെ കയ്യില് ആ TV കൂടെ കൊടുത്തയക്കണം. GV അല്ലടാ, TV റിപ്പയറിങ്ങിന്. ശരി.
ഒപ്പിട്ടില്ലേ? ഉവ്വ്. പിന്നെന്താടാ? ഇത്, വിരലടയാളം. ആരാ? ഓ, കോഴിയാണല്ലേ? ആ, ആ, ടി വി എടുത്തോണ്ട് പോയിക്കോളൂ. ആ. സാർ, എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ചു പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ ടി വി എടുത്തോണ്ട് പോയത്. കോഴി കൊണ്ടുപോയി ആളുടെ കയ്യിൽ ടി വി കൊടുക്കാൻ സാറ് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഓഹോ, അങ്ങനെയാണല്ലേ? ടി വി മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ? എന്താ സാർ, നമ്മൾ വീട് മാറാൻ പോവാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ ടി വി കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ ടി വി അടിച്ചോണ്ട് പോയവന്മാരാരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട. നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ടേ നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. ആ, അതിരിക്കട്ടെ. ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? ആ പറഞ്ഞത് തിരിച്ചെടുത്തു. ആ, കേട്ട് കേട്ട്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടെ നിന്ന് പഠിച്ചു. ഒരിടത്തുനിന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കയറ്റം, രാത്രി വീട്ടിൽ കയറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ കയറും. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാന്? നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. ആ. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ഈനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിൽക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം കാണാൻ ഞാൻ കാഞ്ചാട പുല്ലേ. നല്ല ഒറിജിനൽ പട്ട അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞു വെച്ച തെണ്ടി.